ഹേയ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു 1 വീക്ക് ഓഫ് മൈ ലൈഫാണ്. മീൻസ് എൻ്റെ കോളേജിലെ കുറച്ച് ദിവസങ്ങൾ. കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം റീച്ച് നല്ല കുറവായതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാൻ നല്ല ചടപ്പായി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഇപ്പം നമ്മൾ 700+ ഫാമിലി ആയി. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് അതിൽ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇടണോ എന്ന്. ലാസ്റ്റ് എനിക്ക് തോന്നിയത് ഇപ്പം ഇടാം. കാരണം ഇതാണ് എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്റ്റുഡൻ്റാണ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ എടുത്ത കോഴ്സ്. കോഴിക്കോട് പോളിടെക്നിക്കിലാണ് ഞാൻ പഠിക്കുന്നത്. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ 5 ട്രേഡാണ് പഠിക്കാനുള്ളത്. അത് 5 എണ്ണവും 2 സെമ്മ് കഴിയുമ്പോഴത്തേക്കും ചെയ്ത് തീർക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൽ വരയ്ക്കാനുള്ളതാണ് കൂടുതൽ കാണുന്നത്. അത് ഇതിൻ്റെ ടൂൾസും സാധനങ്ങളൊക്കെ വരച്ചതാണ്. കോളേജ് കഴിഞ്ഞ് വന്നാൽ തന്നെ ഈ തിങ്കളാഴ്ച നല്ല ക്ഷീണമായിരിക്കും. കാരണം ഓരോ വർക്കിനും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. മൺഡേ ലാസ്റ്റ് 3 പീരീഡ് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പാണ്. പിന്നെ ഞാൻ വീട്ടിലെത്തി രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ച് ജേർണലിംഗ് ഒക്കെ ചെയ്ത്, എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് ഞാൻ മൂടുള്ള സമയത്ത് കുറേ ചെയ്യും. മൂഡില്ലാത്തപ്പോൾ അത്യാവശ്യം 1-2 പേജ് അത്രേ ചെയ്യുള്ളൂ. ഈ ജേർണലിൻ്റെ ലിങ്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് താഴെ കൊടുക്കാം. ശരിക്കില്ലേ, ഈ 10ാം ക്ലാസ്സിലെ ലൈഫ് പറയുന്നത് ചിലവർക്ക് അടിപൊളിയായിരിക്കും, ചിലവർക്ക് മോശമായിരിക്കും. ഞങ്ങളെ ബാച്ചിൽ സത്യം പറഞ്ഞാൽ കിട്ടിയ 4 മാസം കൊണ്ട് ഞങ്ങൾ അറിയാത്തവരോട് പോലും നല്ല കമ്പനി ആയിരുന്നു. ഞാൻ 10th പഠിക്കുന്നത് 47 ബോയ്സും 3 ഗേൾസും ആയിട്ടുള്ള ക്ലാസ്സിലാണ്. അവിടെ ഞങ്ങളെല്ലാവരും ഒരേ മാതിരിയായിരുന്നു. മീൻസ് ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാവർക്കും നല്ല സ്വഭാവം, അങ്ങനെ നല്ലൊരു ലൈഫായിരുന്നു. ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ പോലും ഇല്ല. ഞാൻ ടെക്നിക്കൽ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് നേരെ ഡിപ്ലോമയ്ക്ക് കയറാം. പക്ഷേ ഞാൻ 10th കഴിഞ്ഞ് +2 പോയി. എന്നെ സംബന്ധിച്ച് എനിക്ക് +2 ലൈഫ് നല്ല തോൽവിയായിരുന്നു. എല്ലാം കൊണ്ടും എനിക്ക് അവിടെ ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ +2 കഴിഞ്ഞ് ഇപ്പോൾ ഡിപ്ലോമയ്ക്ക് കൊടുത്ത് ഡിപ്ലോമ കിട്ടി. ഫസ്റ്റ് സെം കഴിഞ്ഞു. ആദ്യമൊക്കെ ക്ലാസ് 1 ഷോക്കായിരുന്നെങ്കിലും ഇപ്പം എനിക്ക് പോകാൻ താല്പര്യമുണ്ട്. എനിക്ക് താല്പര്യമുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഞാൻ താല്പര്യമില്ലാണ്ടാണ് ഈ കോഴ്സ് എടുത്തത്. പിന്നെ എടുത്തു കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടും ഉണ്ട്. എൻ്റെ ഒരു 5th തൊട്ടിട്ട് ഞാൻ ബുക്സ് നല്ലോണം വായിക്കും. അത്യാവശ്യം ഇംഗ്ലീഷായിട്ടും മലയാളമായിട്ടും ഒക്കെ. സ്റ്റോറി ബുക്സിനോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. പക്ഷേ ഇപ്പം ചെറിയൊരു റീഡ് ബ്ലോക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം സ്റ്റക്കായിപ്പോയി. കുറച്ച് കാലത്തിനിടയ്ക്ക് ഇപ്പം ഒന്നും കൂടി വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടുള്ള ടച്ച് വിട്ടുപോകും. പിന്നെ ഡെയിലി ലൈഫ് വ്ലോഗ്സൊക്കെ ഇടാമെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇതന്നെ ഇടാം. ദിവസവും ഓരോന്നും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ തേൻ മുന്തിരി എന്നൊക്കെ പറഞ്ഞ് നല്ല ഹൈപ്പ് ഇട്ട സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താ സാധനം എന്ന്. ശരിക്കും ഞാൻ റോട്ടും കൂടെ പോകുമ്പോൾ 20 രൂപയ്ക്ക് അങ്ങനെ മുന്തിരി ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കാണലുണ്ടെങ്കിലും കുടിച്ചിട്ടില്ലേനു. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനിങ്ങനെ അതിനെ ഹൈ പിച്ചാക്കി വെച്ചിട്ട് പോയി അത് കുടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല. ആ ഗ്രൗണ്ടിലുള്ള നിന്ന് തിരിച്ചിൽ എന്ന് പറയുന്നത് ബേസിക് സർവേൻ്റെ ക്ലാസ്സാണ്. അത് തിയറിയും ലാബും ഉണ്ട്. അപ്പോൾ തിയറിക്ക് നമ്മൾ ക്ലാസ്സിലിരുന്നിട്ട് തന്നെ 2 പീരീഡ് ആയിരിക്കും. ലാബ് എന്ന് പറയുമ്പോൾ 3 പീരീഡ് അടുപ്പിച്ച് നമുക്ക് ഗ്രൗണ്ട് പോയിട്ട് ഓരോ വർക്കുകളായിരിക്കും, പ്ലാൻ വരയ്ക്കാനുള്ള കാര്യങ്ങൾ. ഈ തേഴ്സ്ഡേയും ഫ്രൈഡേയും എനിക്ക് നല്ല ശോക ദിവസങ്ങളേനു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. 2 ദിവസം ഒരേപോലെ തന്നെ പോയി. ഒരു കാര്യം കൂടുതലും ഇല്ലേനു, കുറവായിട്ടും ഇല്ലേനു. കുറേ പൊട്ടത്തരങ്ങളിൽ ഒരു പൊട്ടത്തരാണിത്. നാരങ്ങേൻ്റെ ആസിഡിന് എരിവുണ്ടോ നോക്കിയതാണ്. ഈ ഫ്രൂട്ട് ക്യാൻസറിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതേമാതിരി ഇതിന് നല്ല റെഡ് കളറാകും. അപ്പോൾ ഫ്രൈഡേയും കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ബൈ.